ഹലോ ഹായ് എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അപ്പിയറൻസും റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ്. അതായത് നമ്മൾ കാണുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഡിഫറൻസ്. ശരിക്കും നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാളുടെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സപ്പോസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷോപ്പിൽ പോയി കുറച്ച് പഴുത്ത മാങ്ങ വാങ്ങിക്കുകയെന്ന് വിചാരിച്ചു. പഴുത്ത മാങ്ങ വാങ്ങിക്കുമ്പോൾ നമ്മൾ അപ്പിയറൻസിൽ കൊള്ളാവുന്ന മാങ്ങകളായിരിക്കും എടുക്കുന്നത്, അല്ലേ? അതായത് പുഴുക്കുത്തും കേടുകളും ഒന്നുമില്ലാത്ത അപ്പിയറൻസിൽ നീറ്റായിട്ടുള്ള മാങ്ങകൾ നമ്മൾ തിരഞ്ഞെടുക്കും. നമ്മളത് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ആ നല്ല അപ്പിയറൻസ് ഉള്ള മാങ്ങകളിൽ ഒരു മാങ്ങ നമ്മളെടുത്ത് ചെത്തിയാലും അതിലും ചിലപ്പം എന്ത് കാണും? പുഴുക്കുത്ത് കാണും. അതായത് നമ്മൾ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരാളുടെ അപ്പിയറൻസ് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി. അതായത് നമ്മൾ കാണുന്നതായിരിക്കണം എന്നില്ല അതിൻ്റെ യഥാർത്ഥ റിയാലിറ്റി. ഇപ്പം അതിനെക്കുറിച്ച് വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഒരു നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അപ്പിയറൻസിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഓക്കെ, വളരെ നീറ്റായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വെൽത്തി ആയിട്ടും ഹെൽത്തി ആയിട്ടും എല്ലാ രീതിയിലും അയാൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാകുന്നു. പക്ഷേ ചിലപ്പോൾ അയാളുടെ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ആ ഡ്രസ്സ് ചിലപ്പം കടമെടുത്തിട്ട് വന്നതായിരിക്കും, അല്ലെങ്കിൽ അയാൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പിരിമുറുക്കിയിരിക്കുന്ന ഒരു സമയമായിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിലും അയാൾ ചിലപ്പം എന്താ പറയുക, നല്ല ഡ്രസ്സ് ഇട്ട് അയാൾ നമ്മുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പം നമ്മളുടെ കണ്ണുകൊണ്ട് ഫസ്റ്റ് സൈറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരിക്കലും അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരിക്കലും ഒരാളുടെ അപ്പിയറൻസ് കണ്ടിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമുക്കറിയാവുന്ന ഒത്തിരിയും പേര് കാണും, എപ്പോഴും കളിയും ചിരിയും തമാശയായിട്ടൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സർക്കിളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും അവരാ ചിരിക്കുന്നതിൻ്റെ മറവിൽ ചിലപ്പോൾ അവർക്ക് കുറേ സങ്കടങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും ഡയറക്റ്റ് കാണുന്നവർ എന്താ വിചാരിക്കുക, അവരെപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല സന്തോഷമായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നതെന്ന്. എല്ലാ മനുഷ്യർക്കും മൂഡ് സ്വിങ്ങും അല്ലെങ്കിൽ വിഷമവും ഘട്ടങ്ങളും എല്ലാം വരുന്ന അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരാളുടെ അപ്പിയറൻസ് വെച്ചിട്ട് ഒരിക്കലും നമുക്കത് അളക്കാൻ പറ്റില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇപ്പം ഫോണിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കാണുന്ന ഫാമിലീസൊക്കെ കാണാം, ഭയങ്കര കെയറിങ്, ഷെയറിങ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല നല്ല ഫാമിലി ബോണ്ടിങ് ആയിരിക്കും അവരുടെ ഇടയിൽ കാണും. ശരിക്കും പറഞ്ഞാൽ അവരത് കണ്ടൻ്റായിട്ട് നമുക്ക് കാണാൻ ഇട്ട് തരികയാണ്. പക്ഷെ അവരുടെ ലൈഫ് ചിലപ്പോൾ അത്രയും സ്മൂത്ത് ആയിരിക്കണം എന്നില്ല. ചിലപ്പം എന്തെങ്കിലുമൊക്കെ സ്ട്രഗിളിങ്ങിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലൂടെ ആയിരിക്കും അവർ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവരുടെ അപ്പിയറൻസിൽ കൂടെ അപ്പിയറൻസ് വേറെ, എൻ്റെ റിയാലിറ്റി വേറെ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണെങ്കിൽ, ഒരു ഷോപ്പിലാണെങ്കിൽ കുറച്ച് അപ്പിയറൻസിലൊക്കെ അത്ര നീറ്റായിട്ടല്ലാത്ത ഒരാൾ ഒരു ഷോപ്പിലോട്ട് കടന്നു വരുന്നുണ്ട്. ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഐറ്റംസ്, ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസ്, ഇങ്ങനത്തെയുള്ള എല്ലാ സാധനങ്ങളും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ കടയുടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ കടയിലെ സ്റ്റാഫ് ഈ പുള്ളിക്കാരൻ്റെ അപ്പിയറൻസ് കണ്ടിട്ട് എന്ത് വിചാരിച്ചു? സഹായത്തിന് വന്ന ആളാണെന്ന് കരുതി സഹായത്തിനുള്ള പൈസ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി. അപ്പോൾ ഈ സ്റ്റാഫ് പുറത്തോട്ട് പോകുന്ന സമയം കൊണ്ട് പുള്ളിക്കാരൻ, അതായത് ആ പുള്ളിക്കാരൻ അകത്തേക്ക് കയറി വരാനിടയുണ്ടായി. അപ്പം അകത്തേക്ക് കയറി വരികയും അയാൾ ഒരു ഡ്രിമ്മർ ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് ശരിക്കും പറഞ്ഞാൽ അതൊരു കസ്റ്റമർ ആയിരുന്നു, പക്ഷേ അയാളുടെ അപ്പിയറൻസ് കാരണം നമ്മൾ അയാളെ തെറ്റിദ്ധരിച്ചു. എന്താ, അയാൾ സഹായത്തിന് വന്നതെന്ന്. ചുരുക്കം പറഞ്ഞാൽ അയാൾ ആ കടയിലെ അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ഡ്രിമ്മർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പം ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരാളുടെ അപ്പിയറൻസ് കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തോന്നുന്നത് ഒരിക്കലും നമുക്ക് അത് കറക്റ്റ് ആവണം എന്നില്ല. അയാളുടെ അപ്പിയറൻസ് അങ്ങനെ ആയതുകൊണ്ട് അയാൾ അങ്ങനെയാ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണ് എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അത് നമുക്ക് മനസ്സിലാക്കാനും പാടാണ്. ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവരവരുടേതായ കുറേ ശരികൾ കാണും. പക്ഷെ നമ്മൾ
മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല അല്ലേ? കാരണം അവരുടെ യഥാർത്ഥ റിയാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അയാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ ആ പിന്നെ ജീവിത രീതി അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ശരികൾ അതൊരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സപ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമായിക്കോട്ടെ, അതുപോലെ തന്നെ കടലായിക്കോട്ടെ, എന്താണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടാവും, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നുള്ളത് അല്ലേ? അതിപ്പം ഇപ്പം ഏതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിന്റിലും എഴുതി വെച്ചേക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും അതിനൊരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ മനോഹാരിത്വം കൂടുതൽ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് കടന്നും പോകും അല്ലേ? അപ്പം അതിനകത്തൊരു റിയാലിറ്റി ഉണ്ട്. റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് കഴിഞ്ഞിട്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ആപത്തുണ്ട് എന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചേക്കുന്നത്. ചിലപ്പം ഇതിനു മുൻപ് എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും എന്താ പറയുക, ആപത്തിലേക്ക് പെട്ട അങ്ങനെ എന്തെങ്കിലും ഒരു റീസണോ അങ്ങനെ എന്തെങ്കിലും കാണും അവരവിടെ സൂചിപ്പിക്കണമെങ്കിൽ. കാരണം സ്ഥിരം അവരവിടെ അങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് അവർക്കതിൻ്റെ ആ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡേഞ്ചറസിനെ പറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞിടെയായിട്ട് കുറേ ന്യൂസുകൾ കണ്ടു. വെള്ളച്ചാട്ടത്തിനടുത്ത് പോയിട്ട് പെട്ടെന്ന് മഴവെള്ളപ്പാച്ചിൽ വന്നിട്ട് പെട്ടെന്ന് കുറേ പേര് ഒഴുകി പോകാനിടയായി. അപ്പം നമ്മൾ പറയുന്നത് എപ്പോഴും അവിടെ ഇപ്പോൾ വെള്ളം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മളെപ്പോഴും ആ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ വെള്ളമില്ല എന്നുള്ളത് അതിൻ്റെ അപ്പിയറൻസാണ്, ശരിയാണ്, നമ്മൾ അത് കണ്ട് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ആ വെള്ളം വരാൻ ചാൻസസ് ഉണ്ടെന്നും അല്ലെങ്കിൽ വെള്ളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആപത്താണെന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ കടലിലാണെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് ഒരു പരിധി കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ലൈഫ് ഗാർഡ് വിസിൽ വെച്ച് ഊതി നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യും. കാരണം അങ്ങോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കടൽക്ഷോഭമാണ്, ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ ആപത്തുണ്ടാവും. അത് കേൾക്കാതെ നമ്മൾ പോവും. കാരണം കടൽ ചിലപ്പം നമ്മൾ കണ്ട അത്രയും സമയം വരെയും ഒരിക്കലും അത് ക്ഷോഭമായിട്ട് നിൽക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ അവിടെ അപ്പിയറൻസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കും. കാരണം കടൽ വന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോവും എത്രയോ ജീവനുകൾ അങ്ങനെ ആപത്തിൽപ്പെടുകയും അല്ലെങ്കിൽ മരിച്ചു പോകാനിടയൊക്കെ വരും. അപ്പം എപ്പോഴും നമ്മൾ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. കാരണം ഒരിക്കലും ഒരു കവർ കണ്ടുകൊണ്ട് നമ്മളൊരു ബുക്കിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഒരു സൈറ്റിൽ, അതായത് ഫസ്റ്റ് സൈറ്റിൽ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ആ അപ്പിയറൻസ് മാത്രമേ കാണുന്നുള്ളൂ. അതെന്താണെന്നോ അതിൻ്റെ റിയാലിറ്റി എന്താണെന്നോ അതൊന്നും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ഒരു കഥ പറയുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പരിചിതമായിരിക്കും. ഒരു കടയുടമസ്ഥൻ കട തുറക്കാൻ വന്നപ്പോൾ അതിന് മുൻപിലായിട്ട് ഒരു ഭിക്ഷാടകൻ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ഭിക്ഷാടകൻ കിടക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് എന്തോ കംഫർട്ടബിളായിട്ട് തോന്നാത്തത് കൊണ്ടായിരിക്കാം അയാളെ പറഞ്ഞു ഓടിക്കുകയും അടിച്ചോടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ആദ്യത്തെ ദിവസം അങ്ങനെ ഓടിച്ചപ്പോഴത്തേക്കും അയാൾ പോയി. രണ്ടാമത്തെ ദിവസവും ഈ കടയുടമസ്ഥൻ കട തുറക്കാൻ വന്നപ്പോഴത്തേക്കും വീണ്ടും ഈ ഭിക്ഷാടകൻ അവിടെ വന്ന് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ദിവസവും ഇയാൾ വെള്ളം എടുത്തൊഴിച്ച് പൊക്കോളാൻ പറഞ്ഞ് ഇയാളെ ആട്ടിപ്പായിക്കുകയും ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇയാൾ കട തുറക്കാൻ വരുന്ന സമയത്ത് ഇയാളെ കണ്ടില്ല. ഈ ഭിക്ഷാടകനെ കാണാനിടയായില്ല. അപ്പം ഇയാൾ ചിന്തിച്ചു, ഈ ഭിക്ഷാടകൻ എവിടെ പോയി കാണും എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് അയാൾ അടുത്തുള്ള ആ ക്യാമറ ശ്രദ്ധിച്ചത്. അപ്പോൾ അയാൾ ആ ക്യാമറയിൽ കൂടെ ഇയാൾ എന്തായിരിക്കും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്, അല്ലെങ്കിൽ ഇയാൾക്ക് എന്താണ് പറ്റി, ഇയാളിപ്പോൾ എവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് കടയുടമസ്ഥൻ ഈ ക്യാമറയിൽ കൂടെ നോക്കാനിട വരികയും ചെയ്തു. അപ്പോൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത്, ഈ ഭിക്ഷാടകനായിരുന്ന ആള് രാത്രി സമയം മുഴുവനും മറ്റു ജനങ്ങളിടുന്ന അല്ലെങ്കിൽ മറ്റാൾക്കാരിടുന്ന ചപ്പു ചവറുകളെല്ലാം പറക്കി മാറ്റി ആ കടയുടെ ഫ്രണ്ട് ഫുള്ളും വൃത്തിയാക്കി വെക്കുകയും, അല്ലെങ്കിൽ എന്താ പറയുക, കടയെ നശിപ്പിക്കാൻ വന്ന അക്രമികളോട് അവരെ പറഞ്ഞ് ഓടിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. അല്ലെങ്കിൽ കട വൃത്തികേടാക്കാൻ വന്ന ആൾക്കാരോട് അടിച്ചോടിക്കുകയൊക്കെയാണ് ഈ പുള്ളിക്കാരൻ ചെയ്തത്. അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കട കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുകയും അപ്പം ഈ ഭിക്ഷാടകൻ അയാളെ ബലമായി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ ഈ കൊള്ളക്കാരൻ ഈ ഭിക്ഷാടകനെ
കത്തി വെച്ച് കുത്തുകയും അയാൾ മരിക്കാൻ ഇടവരുകയും ചെയ്തു. അപ്പം അയാൾക്ക് അത് കണ്ടിട്ട് ഈ കടയുടമസ്ഥന് വളരെ സങ്കടം വരികയും ചെയ്തു. അതിപ്പോൾ അതിനകത്ത് നിന്ന് അയാൾക്ക് മനസ്സിലായതും ഇത് തന്നെയാണ്. കാരണം ഒരിക്കലും നമ്മൾ ഒരാളുടെ അപ്പിയറൻസ് കണ്ടതുകൊണ്ട് നമ്മൾ ഒരാളും അയാളെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അവിടെ അയാൾ ആ റിയാലിറ്റി മനസ്സിലാക്കിയില്ല. ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ് അയാൾക്കത് മനസ്സിലായത്. കാരണം ഈ പുള്ളിക്കാരൻ ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ കൊള്ളക്കാരൻ കടയിൽ കയറാതിരുന്നതും, അല്ലെങ്കിൽ ഈ കടയിലെ ചപ്പുചവറുകളെല്ലാം അയാൾ ക്ലീൻ ആക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ റിയാലിറ്റി നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ നമുക്ക് വലിയ ബ്ലെസ്സിങ്സ് കിട്ടിക്കഴിയുമ്പോഴായിരിക്കാം അതിലും ചെറിയ കാര്യങ്ങൾ ചിലപ്പം അതിനു മുമ്പ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് കിട്ടാഞ്ഞത് ചിലപ്പം ഈ വലിയ ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം സപ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലരുടെയും മനസ്സിൽ പല പല ആഗ്രഹങ്ങൾ കാണും. സ്വന്തമായി ഒരു വീട് വേണമെന്നുള്ളവർ കാണും, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാറ് വേണമെന്നുണ്ടായിരിക്കും. കുറേയേറെ നമ്മൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, അതിനുവേണ്ടി നമ്മൾ പല എഫേർട്ടുകളിടും. പക്ഷെ നമുക്ക് പല കാര്യങ്ങളും ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിലും വലുത്, അതായത് നമ്മൾ ആഗ്രഹിച്ചതിലും വലുത് നമുക്ക് അവിടെ കിട്ടാനിരിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഞാനിത് ഇടയായ ഒരു വീഡിയോയാണ്. ഷെയ്ൻ എന്ന് പറയുന്ന സിനിമാ നടനാണെങ്കിൽ ഉണ്ടല്ലോ, അപ്പം ഷെയ്ൻ എന്ന് പറയുന്നൊരു സിനിമാ നടൻ ഈ പാട്ടിൻ്റെ ഓഡീഷന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിന്, അമൃതയിലുള്ള ഒരു പ്രോഗ്രാമിന് പോവുകയും പുള്ളിക്കാരൻ ഈ പാൽ പോലെ 16 എന്ന് പറയുന്ന പാട്ട് പാടുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ജഡ്ജസ് പറയുന്നത് മോൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, കാരണം കോൺഫിഡൻസ് ലെവലെല്ലാം ഉണ്ട്, പക്ഷേ പാട്ട് കുറച്ചുകൂടെ നന്നാവാനുണ്ട്, അതുകൊണ്ട് ഒരു വർഷം കൂടെ കഴിയട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ അവിടെ വിടുകയും ചെയ്യുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പം എവിടെയാണ്, നല്ലൊരു ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ലൊരു ആക്ടറായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പം എന്താ ഇതിനകത്തൊന്ന് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരിക്കലും നമ്മൾ ഒരാളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ അയാളുടെ എന്താ പറയുക, അയാളുടെ ഭംഗി, അയാളുടെ സൗന്ദര്യം, അയാളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടർ, ഇതൊന്നും കണ്ടതുകൊണ്ട്, അതായത് പെട്ടെന്ന് ഫസ്റ്റ് സൈറ്റിൽ നമ്മൾ ഇതൊന്നും കണ്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്ന കൂട്ടത്തിൽ മുൻപിലാണ്. അപ്പോൾ വിധിക്കുന്നതിന് മുമ്പേ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടാറ്റ.